ഓൺലൈൻ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന LMS മൊഡ്യൂൾ എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ അവരുടെ ERP സോഫ്റ്റ്വെയർസ് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഒക്കെയും ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് SaaS ആപ്ലിക്കേഷൻ. SaaS ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിലൊരു തേർഡ് പാർട്ടി കമ്പനിയുടെ സോഫ്റ്റ്വെയറിനെ നമ്മുടെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലേണിംഗ് മൊഡ്യൂൾസിന് വേണ്ടിയിട്ടൊക്കെയും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു LMS പ്ലാറ്റ്ഫോം നിങ്ങളുടെ അസറ്റ്സ് ആവുന്നതേ ഇല്ല, മറിച്ച് നിങ്ങളുടെ ഓപ്പറേഷൻസിനും നിങ്ങളുടെ ലേണിംഗ് മെത്തേഡിനും ഒക്കെ ഏറ്റവും അനുയോജ്യമായുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായുള്ള മോഡൽ എന്ന് പറയുന്നത്. ഒരു ലേണിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കെയിലിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരുടെ ബിസിനസ് മോഡലിൻ്റെ ഗ്രോത്തിനനുസരിച്ചും അതല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചും ഗ്രോ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കസ്റ്റം സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. ഇവിടെ കസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് വരുന്ന റിക്വയർമെൻറ്റിനെ ആദ്യം മീറ്റ് ചെയ്യുന്നതും പിന്നീട് വരാവുന്ന റിക്വയർമെൻറ്റിനെ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായുള്ള സൊല്യൂഷൻ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ടെക്നോളജികൾ എന്ന് പറയുമ്പോൾ AI പോലുള്ള ഇൻറ്റഗ്രേഷൻസ് വരെ പോസിബിൾ ആകുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾ കസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാറ്റഗറി മാത്രമല്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ലേണിംഗ് മെത്തേഡിൻ്റെയോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. അതിന് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾക്ക് വേണമെങ്കിൽ ERP എന്ന് കോൾ ചെയ്യാം. ERP ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെയിലി ഓപ്പറേഷൻസിനെയും അതുപോലെ തന്നെ മന്ത്ലി ആൻഡ് ഒരു അക്കാഡമിക് ഇയറോ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷനിലൊക്കെ വരുന്ന ഓപ്പറേഷൻസിനൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എഫേർട്ടുകൾ കുറച്ച് ഏറ്റവും നീറ്റായിട്ട് ഡെലിവറി ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിൽ വേണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ERP ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ടൈപ്പ് കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഈ എഡ്യൂക്കേഷൻ മോഡലിനെ ഒരു സിസ്റ്റമാറ്റിക് ആയുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. വൺസ് നിങ്ങളൊരു ERPയിലേക്ക് മാറുമ്പോൾ അത് സിസ്റ്റമാറ്റിക് ആവണം, അതല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു ERPയിലേക്ക് വേണം നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന തേർഡ് പാർട്ടി സർവീസുകളെക്കുറിച്ചും UI UX പോലുള്ള അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയും നമ്മൾക്ക് നിർബന്ധമായിട്ടുള്ള നോളജ് വേണ്ടതായിട്ടുണ്ട്. ഇതിലൊക്കെയും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് കോഡ്സാപ്പ്. ലാസ്റ്റ് 10 years ആയിട്ട് മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്തതും സ്വന്തമായിട്ടുള്ള SaaS ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ള കമ്പനി എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് സാധിക്കും.